എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ്, മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും. മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി. കേരളത്തിലിപ്പോൾ പല ഭാഗങ്ങളിലും അങ്ങാടിപ്പുറം എന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം അങ്ങാടിപ്പുറം മേൽപ്പാലത്തെക്കുറിച്ചാണ്. ഈ വഴി പോയവരൊക്കെ പേടി സ്വപ്നമായി കരുതിയിരുന്നു. ഇപ്പോൾ കുഴിയടച്ചപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചവരൊക്കെ ഇപ്പോൾ ഉൾവലിഞ്ഞ അവസ്ഥയിലാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ്. നിങ്ങൾ UDF 5 വർഷം ഭരിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുന്നു. തദ്ദേശ പോരാട്ടത്തിന് ഇനി ഒരു മാസം കഴിഞ്ഞാൽ ഒരു കാഹളം മുഴങ്ങി തുടങ്ങും. നിങ്ങൾക്കെതിരെ LDFിൻ്റെ ഭാഗത്തുനിന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടക്കുന്നുണ്ട്. UDFിലെ ചില നേതാക്കൾ പറഞ്ഞത് വ്യാജ പ്രചാരണമാണ്, ഞങ്ങൾ ഭരണം നിലനിർത്തുമെന്ന് പറയുന്നു. അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ, നിങ്ങൾ LDFിൻ്റെ ഈ സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങളെ അതിജീവിച്ച് വീണ്ടും അധികാരത്തിൽ കയറുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്. കാരണം ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഞങ്ങൾ ഈ വിഷയങ്ങൾ കൊണ്ടുവരും. ഇവിടുത്തെ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഡോക്യുമെൻ്ററി ആയിട്ട് ജനങ്ങൾക്ക് കാണുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ചെയ്യും. ഇന്നത്തെ ഈ പണ്ട് പോലത്തെ പ്രചരണങ്ങളല്ല, അപ്പോൾ ജനങ്ങൾക്ക് കൺമുന്നിൽ കാണാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ UDF ചെയ്ത, ഭരണസമിതി ചെയ്ത എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ തെറ്റിദ്ധരിക്കുന്ന വാർത്തകൾ അത് സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയും. അല്ല, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ജനങ്ങളുടെ വീടുകൾ കയറി അവർക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജനങ്ങൾക്ക് നിങ്ങൾ പറയുന്നതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് തന്നെ ആവുമോ വസ്തുതകൾ? സത്യം ഒരു നാൾ പുറത്തു വരുമല്ലോ. താമസിയാതെ അവർ പറയുന്ന എന്ത് കാര്യത്തിലും സത്യം പുറത്തു വരും. അതിന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഞങ്ങൾ ഈ 5 വർഷം നല്ല രീതിയിലുള്ള ഒരു അഴിമതിയും ചെയ്യാത്ത നല്ലൊരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. പക്ഷേ ഒരു കാര്യമുണ്ട്, LDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പല പദ്ധതികളിലും വീഴ്ചകൾ വരുന്നു, കോൺട്രാക്ട് രാജാണ് നടക്കുന്നത്, ഭരിക്കുന്നവർ ചില ആളുകൾ ബിസിനസ്സുകാരായി മാത്രം മാറുന്നു, ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളും അവർക്ക് അറിയണ്ട. അപ്പോൾ LDF ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കണമെങ്കിൽ അതിനെ ഘടകവിരുദ്ധമായ രീതിയിലുള്ള നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ അവസ്ഥകൾ ജനങ്ങളിൽ എത്തിക്കേണ്ടി വരില്ലേ? അതെങ്ങനെ എത്തിക്കും? ഈ കോൺട്രാക്ട് രാജ് എന്ന് പറയുന്നത് ഒരിക്കലും സംഭവം അറിയില്ല. അങ്ങനെ ഈ സംസ്ഥാനത്ത് LDF ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു കോൺട്രാക്ട് രാജ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പൊളിച്ച് ചെയ്താൽ അവർക്ക് കഴിഞ്ഞ അവരുടെ പോരായ്മ അല്ലേത്. കാരണം അവരിങ്ങനെ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്ന മുതൽ തുടങ്ങുന്ന കോൺട്രാക്ട് രാജ് അത് പൊളിച്ച് ചെയ്താലും അത് എന്താണെന്ന് ജനങ്ങളിൽ എത്തിക്കാനും ഈ കോൺട്രാക്ട് രാജ് കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വെറുതെ അങ്ങനെ പറയണം കോൺട്രാക്ട് രാജാണ്, അതാണ് അങ്ങനെ സംവിധാനം ഇല്ല. അതുണ്ടെങ്കിൽ അത് ആ സംവിധാനം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പരിശോധിച്ച് പരാതി കൊടുത്ത് സർക്കാരിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് പല ഏജൻസി കൊണ്ട് അന്വേഷിപ്പിച്ച് അത് കണ്ടെത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നിങ്ങൾക്കിത് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ അവതരിപ്പിച്ച് ജനങ്ങളുടെ പിന്തുണ നേടാൻ ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റുമോ? പരസ്യമായിട്ട് വരും നാളുകളിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ UDF സംവിധാനം ഉപയോഗിച്ച് ഇവിടെ ഒരു വികസന മുന്നേറ്റ യാത്ര തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല, കാരണം പാർട്ടിയും UDFും ഒക്കെ സംസാരിച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ നല്ലൊരു ആശയം ഞങ്ങളുടെ മുന്നിലുണ്ട്. അതിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന പ്രതിസന്ധിയും ഇവിടെ നിന്ന് ഭരണ നേട്ടവും ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും. കഴിഞ്ഞ ദിവസം UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞിരുന്നു, ഞങ്ങൾ UDF ഒറ്റക്കെട്ടായി നിന്ന് ഭരണം പിടിക്കുമെന്ന്. ഇടതുപക്ഷത്ത് ചില ആളുകൾ പറയുന്നത് കോൺഗ്രസിനെ അകറ്റി നിർത്തി മുസ്ലിം ലീഗ് സർവാധിപന്മാരായി മാറുകയാണെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവരുടെ വാക്കുകളിൽ പോലും അവതരിപ്പിക്കുന്നത്. അപ്പോൾ UDF ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ചില ആളുകൾക്ക് ചില അസ്വാരസ്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, വസ്തുതയാണ്. അപ്പോൾ എല്ലാം അതിജീവിച്ച് UDF ഒന്നിച്ചു നിന്ന് ഭരണത്തിൽ തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങാടിപ്പുറത്ത് UDFിൽ അങ്ങനെ ഒരു വലിയ പ്രവർത്തക പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന LDFിലും ഉണ്ടാകും, UDFിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ UDF ഒറ്റക്കെട്ടായി നിന്ന് UDF
ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലും UDF വരും എന്ന് തന്നെയാണ്. UDFന്റെ ഭരണം നിലനിർത്തും. ചരിത്രത്തിൽ ആദ്യമായി UDFന് അങ്ങാടിപ്പുറത്ത് തുടർ ഭരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ CPM ഉയർത്തുന്ന ആരോപണങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾ? അതിജീവിക്കാൻ കഴിയും. അതിനുള്ള പ്രാപ്തമായ ഒരു ടീമിനെ ഞങ്ങൾ പുതിയൊരു ടീം നല്ലൊരു ടീമായിട്ട് വരും. അത് ടീമിനൊക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മളല്ലല്ലോ, ഭരണസമിതി അല്ലല്ലോ. അത് UDF നല്ലൊരു ടീമിനെ കണ്ടെത്തുമെന്നാണ് ഒരു UDF പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഒറ്റക്കെട്ടായി നിൽക്കും. ഒറ്റക്കെട്ടായി നിൽക്കും. ഒരേ മനസ്സോടെ ഒരേ മനമായി നിന്ന് ഞങ്ങൾ ഇത് ഭരണം നിലനിർത്തും.